ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു തട്ടിക്കോട്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു. ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ നേരത്തെ വേവിച്ച് വെച്ച് ബീഫ് അതിലേക്ക് ഇട്ടു. ബീഫ് വേവിക്കുമ്പോൾ തന്നെ ഞാൻ മുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പെല്ലാം നോക്കിയിട്ടിടാം. പിന്നെ കുറച്ച് തേങ്ങ ഇട്ടു. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. നല്ലോണം തേങ്ങ എല്ലാം പിടിക്കാൻ വേണ്ടി നല്ലോണം മിക്സ് ചെയ്തു. നിങ്ങൾക്ക് എരിവേണമെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ തക്കാളിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇത് ഉള്ളി തക്കാളിയെല്ലാം നല്ലോണം വഴണ്ടി വേണം ഉള്ളിയെല്ലാം. ശേഷം ഞാൻ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും നല്ലോണം മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മറന്നുപോയതാണ് എടുക്കാൻ. പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് അതിലേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങയോടെ തന്നെ തട്ടണേ. നല്ലോണം മിക്സ് ചെയ്യുക വെച്ചാൽ നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം മസാലയിൽ നല്ലോണം ഒന്ന് പിടിക്കുകയെല്ലാം വേണം. അതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. എല്ലാവരും ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നിങ്ങൾ അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ ശേഷം 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. ശേഷം നല്ല ഒന്ന് ബീഫ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്തത് പൊറോട്ടയാട്ടോ. അടിപൊളിയാണ്. ഇത് നിങ്ങൾ നല്ല മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങൾ ഈ വീഡിയോ ഇപ്പം ഒന്ന് സേവ് ആക്കി വെച്ചോ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.